അപ്പോ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. എന്താ സമജ്ഞ? നമ്മ എന്തൊക്കെയാ പഠിച്ചത്? ഓക്കെ, പൂന്തോട്ടം അല്ലേ? പൂന്തോട്ടത്തിന്റെ പാട്ട് പഠിച്ചു അല്ലേ നമ്മള്? അപ്പൊ നമ്മൾ ആദ്യം മുതൽ എന്തൊക്കെയാ പഠിച്ചത് ഇതുവരെ? ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? എന്റെ വിദ്യാലയം. ഓക്കെ. വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നഴ്സറിയിൽ, ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും കൂട്ടരുമൊത്തിരിയുണ്ടല്ലോ, കൂട്ടായെത്തും ഗുരുനാഥ, കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. അല്ലെ? നമ്മൾ ഫസ്റ്റ് എന്റെ വിദ്യാലയം അല്ലേ, നമ്മുടെ പാഠശാലയെ കുറിച്ച് പഠിച്ചു, നമ്മുടെ സ്കൂളിനെ പറ്റി പഠിച്ചു അല്ലെ? പിന്നെന്താ? എന്റെ വിദ്യാലയം എന്തൊക്കെ ഏതൊക്കെ അല്ലെ? നമ്മൾ എന്തൊക്കെയോ പിക്ചർ ഉണ്ട്, സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കളർ കൊടുത്തു ഭംഗിയാക്കി എല്ലാ കുട്ടികളും മിസ്സിന് സെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പോ അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കഥ പറയാൻ പഠിച്ചു. ആമയുടെയും മുയലിന്റെയും കഥ പഠിച്ചു. അതെല്ലാം എല്ലാ കുട്ടികളും നല്ലപോലെ പഠിച്ചു അല്ലെ? അത് നമുക്കൊരു ഗുണപാഠം കിട്ടി. എന്താ കിട്ടിയത്? അഹങ്കാരം ആർക്കും നല്ലതല്ല അല്ലെ? ആമയുടെയും മുയലിന്റെയും കഥ എല്ലാവർക്കും അറിയാലോ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചിത്രം കാണാം, വായിക്കാം അല്ലെ? എന്തൊക്കെ വായിക്കാൻ പഠിച്ചു നമ്മള്? അമ്പിളി, ആന, ഇല, ഈച്ച, ഉറുമ്പ്, ഊഞ്ഞാൽ, ഋഷി അല്ലെ? എല്ലാവർക്കും വായിക്കാൻ അറിയാലോ? ടെക്സ്റ്റിൽ നോക്കണം, എല്ലാവരും ടെക്സ്റ്റിൽ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. അറ, ആമ, ഇമ, ഈറ്റ, ഉറി, ഊണ്, ഋതു അല്ലെ? ഇത്രയും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ചിത്രം കാണാൻ വായിക്കാം അടുത്ത പേജിൽ അല്ലെ? അടുത്ത പേജിൽ എന്തൊക്കെയാ നമ്മൾ വായിച്ചു? എലി, ഏണി, ഐരാവതം, ഒട്ടകം, ഓല, ഔഷധം, അംബുജം അല്ലെ? പിന്നെ എന്താ വായിച്ചതിന്റെ അടിയിൽ എന്താ ഉള്ളത്? എരുമ, ഏലം, ഐക്യം, ഒന്ന്, ഓട്, അമ്പരം അല്ലെ? ഇത്രയും നമ്മൾ പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലെ? ഏതൊക്കെയാ സ്വരാക്ഷരങ്ങള്? ആ, ഇ, ഈ, ഉ, ഊ, ഇറ്, എ, ഐ, ഒ, ഔ, അല്ലെ? എല്ലാരും എഴുതാനും പഠിച്ചു, വായിക്കാനും പഠിച്ചു അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പഠിച്ചാണല്ലേ, LKG പഠിച്ചാണതല്ലേ സ്വരാക്ഷരങ്ങൾ. നെക്സ്റ്റ് എന്താ വെച്ചാൽ അകമില്ല, പുറമില്ല, ഞെട്ടില്ല, വട്ടയില്ല. എന്താണ് പിക്ചറിലുള്ളത്? എന്താ ഉള്ളത്? എന്താ ഞങ്ങളാ? ഓക്കെ, പപ്പടം ഉണ്ട് അല്ലെ? ഇപ്പൊ വഴി കാണിക്കാൻ പഠിച്ചു അല്ലെ? നെക്സ്റ്റ് വഴി കാണിച്ചു നമ്മളല്ലേ, ഒരു ബേർഡിന് അതിന്റെ നെസ്റ്റിലേക്കുള്ള വഴിയും കാണിച്ചു. നെക്സ്റ്റ് പൂന്തോട്ടം. അപ്പൊ പൂന്തോട്ടം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടി. നട്ട് നനച്ച് വളർത്തുക നമ്മൾ നല്ലൊരു മുല്ല പൂന്തോട്ടം, മൊട്ടുകൾ പൂവുകളാവുന്നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം, കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും, ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരയിളങ്കാറ്റും അല്ലേ?
ഇത്തിരി പരിമളം സുഗന്ധം ഊറ്റിയെടുക്കാൻ എത്തും ചാര ഇളങ്കാറ്റ് അല്ലേ? ഇളങ്കാറ്റ് അല്ലേ? ഇളങ്കാറ്റ് ചാരെ അടുത്ത് എത്തും. നട്ട് നനച്ച് വളർത്തുക നമ്മൾ. എല്ലാരും നല്ലൊരു പൂന്തോട്ടം ഉണ്ടാവും അല്ലെ എല്ലാരുടെ വീട്ടിലും? ഓക്കെ, അപ്പൊ നട്ട് നനച്ച് വളർത്തുക. നട്ടിട്ട് എന്ത് ചെയ്യണം? നനക്കണം, വെള്ളം നനക്കണം അല്ലെ? വളർത്തുക നമ്മൾ നല്ലൊരു മുല്ല പൂന്തോട്ടം. മൊട്ടുകൾ പൂവുകളാവുന്നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം അല്ലെ? മൊട്ടുകൾ ഉണ്ടായിട്ട് അത് പൂവുകളാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മൊട്ടിടും, രോമാഞ്ചം അല്ലെ? സന്തോഷം ഉണ്ടാവും. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ പട്ടം ചുറ്റിയിടും. വണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ പൂവിന് വട്ടം ചുറ്റും അല്ലെ? തേൻ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളങ്കാറ്റ്. ഇളങ്കാറ്റ് പറഞ്ഞ എന്താ? ചെറിയ കാറ്റ് അല്ലേ? ഓക്കെ, കൈത്തന്നൽ ഇളങ്കാറ്റ്. പിന്നെന്താ നെക്സ്റ്റ്? എന്താ? വായിക്കാം എഴുതാം അല്ലേ? എന്തൊക്കെയാ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത്? all of you take your slate and write. എന്താ എഴുതേണ്ടത്? തറ, 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 തറ. പന, പന. നെക്സ്റ്റ് എന്താ? തറ, പന. നൈജൽ, നമ്മളിപ്പോ ഏതാ പേജ് വായിക്കുന്നേ? 10ാമത്തെ പേജ്. നൈജൽ, ഇപ്പൊ 10, പേജ് നമ്പർ 10 ആണ് നമ്മളിപ്പോ വായിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ എന്തൊക്കെയാ? തറ, പന, തറ, പന, തറ, പന. ഇത് നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഭംഗിയായി ചെയ്തിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിനെ. ഓക്കെ, അപ്പൊ പയ്യെ തിന്നാൽ പനയും തിന്നാം, അതിന്റെ താഴെ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഷേപ്പ് എന്നാ പഠിച്ചേ? തറ പഠിച്ചു, പന പഠിച്ചു അല്ലേ? ഓക്കെ, തറ, പന. എല്ലാവർക്കും എഴുതാൻ അറിയാലോ തറാന്ന്? ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ലിസൺ ഹിയർ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ. ഇതെന്താ വായിക്കുക? തറ അല്ലേ? തറ, തറ. മനസ്സിലായോ? ഇത് ത, ഇത് റ. തറ. ഇത് രണ്ടും കൂടെ ചേർന്നാല് എന്തായി? തറ. കണ്ടോ? നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? നെക്സ്റ്റ് പന അല്ലേ? ഓ, പന മിസ്സിന്റെ ഇരിക്കാം. അപ്പൊ ഇങ്ങനെ ചേർത്ത് വായിച്ച്. ഇപ്പൊ ഇതെന്താണ് മിസ് ചോദിക്കാം? നെക്സ്റ്റ് ഇതെന്താ വായിക്കുക? ഇതെന്താ വായിക്കുക? പറ അല്ലേ? പറ, 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 പറ. അപ്പൊ ഇനി ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇതെന്താ വായിക്കുക? പത അല്ലേ? പദ, പത, പദ. കണ്ടോ? മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെയാ വായിക്കാൻ പറ്റുവാന്ന്? നെക്സ്റ്റ് ഇപ്പൊ ഇങ്ങനെ പഠിക്കണം എല്ലാവരും. 2 അക്ഷരം ഇങ്ങനെ വെക്കുമ്പോ ഇതെന്താ വായിക്കുക? നോക്കിയേ. വല, വല അല്ലേ? വല, 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 വല. നെക്സ്റ്റ് എന്താ നോക്കട്ടെ? അടുത്ത അക്ഷരം നോക്കട്ടെ. ഇതെന്താ നോക്കട്ടെ? ഇതെന്താ വായിക്കുക? ഇത് വല അല്ലേ? നെക്സ്റ്റ് കണ്ടോ? all of you listen here. മല അല്ലേ? മല, 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 മല. മനസ്സിലായോ? നെക്സ്റ്റ് ഇതെന്താ വായിക്കുക?
മറ 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 മറ. ഇങ്ങനെ കൂട്ടി വായിക്കണം. ഓരോ ലെറ്റേഴ്സ് എഴുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ കൂട്ടി വായിക്കണം കേട്ടോ. അപ്പോ മറ മറ. ഇനി ഒന്നുകൂടി നോക്കാം നമുക്ക്. ഇതെന്താ വായിക്കോ നോക്കാം നമുക്ക്. ഇതെന്താ? ഇത് വ, ഇത് ര. എന്ത് വായിക്കും? വര അല്ലേ? വര. വര ഇടുന്നില്ലേ നമ്മള്? ആ വര. ഓക്കെ, വര. വര വര. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ വല, മല, വര, പദ, പറ, തറ. പിന്നെയോ തല വേണം നോക്കാം നമുക്ക് അല്ലേ? തല എങ്ങനെ എഴുതുക? തായും ലായും വേണം അല്ലേ? നമ്മുടെ തായ ഇവിടെ പോയി. ഓക്കെ, നെക്സ്റ്റ് ഉണ്ടോ? ഇതെന്ത് വായിക്കും? Lofi, listen here. ഓക്കെ, തല. തല അറിയില്ലേ? ഹെഡ്. ഓക്കെ, തല. തല 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 തല. മനസ്സിലായോ? അപ്പൊ നമ്മള് പറ, തറ, തല, പന അല്ലേ? വല. കൊറേ പഠിക്കാൻ പറ്റിയല്ലേ അതില്? ഓക്കെ, നെക്സ്റ്റ് അടുത്ത പേജ്, അതായത് പേജ് നമ്പർ 11 അല്ലെ? 11ാമത്തെ പേജ് നമ്പർ എന്നാ? അതിലെന്താ ഉള്ളത്? ഇപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. പറ, തറ, വല ഒക്കെ അറിയാലോ. അപ്പൊ നെക്സ്റ്റ് വായിക്കാം എഴുതാം അല്ലേ? വായിക്കാം എഴുതയില് ഇപ്പൊ അടുത്ത മിസ് പഠിപ്പിക്കുന്നത് വല. ഇപ്പൊ മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ വല? വല. ഇതെന്താ? വല. വല. നമ്മളിപ്പോ എങ്ങനെയാ എഴുതുക വല? വാ എഴുതിയിട്ട് ലാ എഴുതണം അല്ലേ? ഇപ്പൊ മിസ് കാണിച്ചു തന്നില്ലേ? വാ ലാ വല. വാല വല. അതിലെന്താ ഉള്ളത്? വലയുണ്ട് അല്ലേ? ഇതാണ് വല. വല എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ, വല. ഓക്കെ, എങ്ങനെയാ അത് വായിക്കുക നമ്മള്? ഇതാ എങ്ങനെയാ എഴുതുക? എഴുതിയേ സ്ലേറ്റില് എല്ലാവരും വാ എഴുതുക ആദ്യം, എന്നിട്ട് ലാ എഴുതിയേ. വല. വല വല. All of you take your slate. Right. ഹവിക, സ്ലേറ്റ് എടുത്തേ മോളെ, എഴുതിയേ. വല വല. ഇതാ വാ ഇതാ, ലാ ഇതാ. വല. വല അറിയാലോ? ഇതാ വല. വല. ഓക്കെ, നെക്സ്റ്റ് എന്താ? നമ്മുടെ പിക്ചറിൽ എന്താ നെക്സ്റ്റ് ഉള്ളത്? മല. മല എല്ലാവരും എഴുതിയോ? ഓക്കെ, ഫിനിഷ്. ഓക്കെ, എല്ലാവരും എഴുതിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ? മലയുണ്ട് അല്ലേ? നമ്മുടെ ടെക്സ്റ്റിൽ എന്താ? മല. അപ്പോ വല, മല. നെക്സ്റ്റ് മല. നെക്സ്റ്റ് എങ്ങനെ എഴുതുക മല? ഇതാ മാ എഴുതി ല. മാ ല. മല. മാ ല. മാ ല മല. എഴുതിയോ ഇഷാനെ? ഓക്കെ, അപ്പൊ വല. അഭിരാമി എഴുതിയോ മോളെ? വല മല. സ്ലൈറ്റിൽ എഴുതിയേ വല. ഓക്കെ, എഴുതുന്നുണ്ടല്ലേ? ഗുഡ്, സൂപ്പർ. എല്ലാരും എഴുതുന്നുണ്ടല്ലേ? മനസ്സിലായി അല്ലേ എല്ലാവർക്കും? അപ്പൊ വല മല. നെക്സ്റ്റ് എന്താ നമ്മള് പഠിച്ചത് ഇവിടെ? വര. വര നമ്മള് മിസ് ഇപ്പൊ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാ വര എഴുതുക? വായും രായും വേണം അല്ലേ? വര. എങ്ങനെയാ? വാ, ഓ ഇത് മായാണ്. വാ ര. എടുക്കട്ടെ. അപ്പൊ വാ, ആദ്യം വാ എഴുതുക, എന്നിട്ട് വര. കണ്ടോ? വര. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ന്? വല, മല, വര. ഓക്കെ, ഗുഡ്, സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാവരും. പാർവണ എഴുതിയോ? പാർവണ
ഓക്കെ. ആ ഗൗരി എന്ത് എഴുതി? സമജ്ഞ എഴുതി. ക്രിസ്റ്റോ എഴുതിയോ? അമ്ന ഫാത്തിമ എഴുതിയോ? നഹ്ല ഫാത്തിമ എഴുതിയിട്ടുണ്ട്. ധ്യാൻ പി വി എഴുതിയിട്ടുണ്ട്. നസീം എഴുതുന്നുണ്ട് അല്ലെ? നിഹാദ് എഴുതിയ മോനെ? സ്ലേറ്റ് എഴുതിയേ? എഡ്വിൻ എഴുതി. അഭിരാമി, ഏഞ്ചൽ വീഡിയോ ഓൺ ചെയ്തേ മോളെ? അവിനാശ് എഴുതി. സൂപ്പർ. അവേദ്യ, ഏഞ്ചൽ എഴുതി. ഇഷാൻ എഴുതി. ദേവപ്രിയ എഴുതിയ മോളെ? ഇലോണുല്ലാസ് എഴുതിയ മോനെ? ഗോഡ്വിൻ എഴുതിയിട്ടുണ്ട്. ധനലക്ഷ്മി എഴുതിയോ? അനയാർ, ഓക്കെ ഗുഡ്. അനയ റോസ് എഴുതി. സമജ്ഞ എഴുതി അല്ലേ സമജ്ഞ? ജസ്വൽ ആരോണും എഴുതി. ഭവിക എഴുതി. നെക്സ്റ്റ് ക്രിസ്റ്റോ ജോൺ. ഓക്കെ. ദേവപ്രിയ എഴുതിയിട്ടുണ്ട്. ക്രിസ്റ്റി എഴുതിയോ മോനെ? ക്രിസ്റ്റി ജോസഫ്, ഓക്കെ ഗുഡ്. നെക്സ്റ്റ് നോക്കാം. ഞാനൊക്കെ എഴുതിയ? അക്സബ് എഴുതിയിട്ടുണ്ട്. ധ്യാൻ, ധനലക്ഷ്മി, ആരോമൽ എഴുതിയ മോനെ? ഓക്കെ. കാശിനാഥ്, ദേവപ്രിയ, ഇഷാൻ എഴുതിയ മോനെ? മസ്ലോബ എഴുതിയോ? ഓക്കെ മസ്ലോബ. മഹദിയ കുട്ടി എഴുതിയോ? ലക്ഷ്മി എഴുതിയ മോളെ? അയോൺ സബിൻ എഴുതിയിട്ടുണ്ട്. ഷൻസ എഴുതിയ മോളെ? സിയാനും ഷൻസ എഴുതി കണ്ടില്ലല്ലോ. ഓക്കെ. നസീം മുഹമ്മദ് എഴുതി. ഏഞ്ചൽ എഴുതിയിട്ടുണ്ട്. ഐവിൻ എന്തായി? ഐവിൻ നൈജൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ സൂപ്പർ. അലോൺ എഴുതിയോ? അപ്പൊ എല്ലാ കുട്ടികളും എഴുതിയല്ലേ? ഓക്കെ. മഹദി എഴുതിയോ? ലക്ഷ്മിക്കുട്ടി എന്തായി? എഡ്വിൻ ജോസഫ് എഴുതിയ മോനെ? എഴുതിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? വല, ഉറക്കെ വായിച്ച മിസ്സിന്റെ കൂടെ എല്ലാരും. വല, മല, വര അല്ലേ? വല, വല, മല, വര. വല, മല, വര. ഓക്കെ. നെക്സ്റ്റ് അതിന്റെ താഴെ അതിന്റെ മുകളിൽ എഴുതിയ കുത്ത് ഇട്ടിട്ട് എഴുതിയില്ലേ വലാന്ന്? ടെക്സ്റ്റ് എടുത്തിട്ട് അതിൽ എഴുതിയനി എല്ലാവരും വല. വല പെൻസിലുണ്ട്. വല, വല, വല. അതിന്റെ താഴെ എഴുതിയേ നല്ല നീറ്റിൽ എഴുതണേ. ഓക്കെ. അതിന്റെ മേലെ എഴുതുമ്പോ നിങ്ങൾക്ക് വേഗം എഴുതാൻ പറ്റും. ഇനി താഴെ മലയുടെ താഴെ എന്ത് എഴുതണം? മല. നെക്സ്റ്റ് വരയുടെ താഴെ എന്ത് എഴുതണം? വര. അവിനാശേ സ്ലേറ്റിൽ എഴുതിക്കോ മോനെ? സ്ലേറ്റിൽ എഴുതിയേ? ഓക്കെ. അപ്പോ മല, വല, മല, വര അല്ലേ? പഠിച്ചു. നെക്സ്റ്റ് ഇതിന്റെ താഴത്തെ കോളത്തിൽ എന്താ തന്നിട്ടുള്ളത്? വാ. ശ്രദ്ധിക്കണേ എല്ലാവരും. വാ, മാ, രാ, ച. ച അറിയോ എല്ലാവർക്കും? ച, ല, ത അല്ലേ? എന്നിട്ടോ നിറം കൊടുക്കുക. അതിന്റെ താഴെ എന്താ പറയുന്നേ? നിറം കൊടുക്കുക. വാ, വാ എന്നുള്ള അക്ഷരത്തിൽ നിറം കൊടുക്കണം. മാ, രാ, ച, ല, ത. ഇതിന് നിറം കൊടുക്കണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് അതിന്റെ താഴെ എന്താ ഉള്ളത്? പറ. ഇപ്പൊ നിറം കൊടുക്കണ്ട കേട്ടോ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിറം കൊടുത്താൽ മതിയേ. ഇപ്പൊ എന്ത് ചെയ്യണം? എഴുതിയോ എല്ലാവരും? അതിന്റെ മേലെ വല, മല, വര എഴുതിയോ? കുത്തിട്ട് അതിന്റെ മുകളിൽ എഴുതിയോ എല്ലാവരും? ഫിനിഷ്. ഓക്കെ ഗുഡ്. ഓക്കെ. അപ്പോ നെക്സ്റ്റ് പറ. ഇന്ന് മിസ് പറഞ്ഞൊക്കെ ഉണ്ട് താഴെ. പറയുണ്ട്. പദ, മറ, നര, ലത, പറവ. അപ്പൊ നമ്മൾ എങ്ങനെയാ പറവേനെ ആക്കുക? നമുക്ക് നോക്കിയാലോ.
പറവേനെ എങ്ങനെ എഴുതുക? പാ എഴുതണം അല്ലെ? ആദ്യം എന്ത് ചെയ്യണം? പാ എഴുതണം. അപ്പോ പാ പറവ അല്ലേ? റാ വേണം. നോക്കട്ടെ റാ ഉണ്ടോ? ഓക്കെ, ഇതുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. all of you listen here. പാ ശ്രദ്ധിക്കണേ. ഓക്കെ, ഇതെന്താ വായിക്കുക? പറവ അല്ലേ? പറവ, പറവ കണ്ടോ? പറവ. അമ്ന ഫാത്തിമ ലിസൺ ഹിയർ. പറവ. ഓക്കെ, പറവ, പറവ കണ്ടോ? ഇങ്ങനെ എഴുതണ്ടേ? പാ എഴുതുക, റാ എഴുതുക, വാ എഴുതുക. പറവ. സ്ലേറ്റ് എഴുതി നോക്കിക്കോ ഇനി എല്ലാവരും. പറവ, പറവ ഉണ്ടോ? പാ ആദ്യത്തത് പാ, രണ്ടാമത്തെ റാ വ, പറവ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ന്? വല, മല, വര, പറ, പത, മറ, നര, ലത, പറവ അല്ലേ? ലക്ഷ്മിക്കുട്ടി ലിസൺ ഹിയർ മോളെ. ഓക്കെ, മിസ് വായിക്കണേ. വല, ഉറക്കെ വായിച്ചേ. വല, മല, വര, പറ, പത, മറ, പിന്നെന്താ? നര, ലത, പറവ. ഓക്കെ, സൂപ്പർ. അപ്പൊ എല്ലാരും വായിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ തറ, പന പഠിച്ചു. ഇന്ന് എന്തൊക്കെ പഠിച്ചു? വല, മല, വര, പറ, പത, മറ, നര, ലത, പറവ അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാന്നും പഠിച്ചില്ലേ നമ്മള്? വാ എഴുതി ലാ എഴുതി എന്തായി? വല. മാ എഴുതി ലാ എഴുതി എന്തായി? മല. വാ എഴുതി ലാ എഴുതി എന്തായി? വര. നെക്സ്റ്റ് പാ എഴുതി റാ എഴുതിയ പറ. പാ താ എഴുതിയാല് പത. മ റ മറ. ന ര നര. ല ത ലത. പറവ, പറവ അല്ലേ? ഓക്കെ, ഇനി ഇതെല്ലാം ആരാ വായിക്കുന്നേ? ആരാ വായിക്കുന്നേ? ഇപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് ആരാ വായിക്കുന്നേ? ഓക്കെ, ഭവിക. ഭവിക പ്ലീസ് അൺമ്യൂട്ട്. ഭവിക ഓക്കെ, വായിച്ചു. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, ആരാ വായിക്കുന്നേ? ഗൗരി നന്ദ. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. ഗൗരി എന്താ? പ്ലീസ് അൺമ്യൂട്ട്. പറ, പത, മറ. എന്ത് വായിക്കും? മറ. നര, നര. ലത, ലത. പറവ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഇഷാൻ. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട് ഇഷാൻ. വല, മല, വര,
പറ, പദ, മറ, നര, ലത, പറവ. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? താങ്ക് യു മിസ്. ഓക്കെ നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ആരോമൽ. ഓക്കെ പ്ലീസ് അൺമ്യൂട്ട് ആരോമൽ. പറ, പദ, ആ മറ, വലേ വായിച്ചിട്ടാ? വായിച്ചോ. പറ, ലത, പറവ, മറ, നര, നര, ലത. ഓക്കെ സൂപ്പർ. നെക്സ്റ്റ് അവിനാഷ് വായിക്കോ. അവിനാഷേ പ്ലീസ് അൺമ്യൂട്ട് അവിനാഷ്. ചെയ്തു. വല. വായിച്ചോ. മല. നെക്സ്റ്റ് എന്താണ്? വര. പുസ്തകമില്ലേ? എഴുതിയില്ലേ? നമ്മൾ സ്ലേറ്റിൽ എഴുതിയില്ലേ? അപ്പൊ അത് നോക്കി വായിച്ച പോരെ അവിനാശേ? നമ്മൾ ആദ്യം മല എഴുതി, രണ്ടാമത് അല്ല ആദ്യം വല എഴുതി, രണ്ടാമത് മല, വര, പറ, വല, പറവ. ഓക്കെ സൂപ്പർ. മഹദിയ പ്ലീസ് അൺമ്യൂട്ട്. മഹദിയ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. മഹദിയ അൺമ്യൂട്ട് ചെയ്തേ മോളെ. വായിച്ചോ. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ആരാ? ഗോഡ്വിൻ. ഭയങ്കര കൈവക്കലാണ് അല്ലേ? എല്ലാരും നല്ല മക്കളാണ്. ഓക്കെ മല, വര, പറ, പത, മറ, നര, ലത, പറവ. നര, ലത, പറവ. നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് അഭിരാമി. ഓക്കെ പ്ലീസ് അൺമ്യൂട്ട് അഭിരാമി. കൊറേ പേര് കൈവിട്ട്. വേഗം വായിച്ചോ. മാല, വല, മല, വാര, പറ, പദ, മറ, നര, ലത, പറവ. ഓക്കെ അനയ റോസ് പ്ലീസ് അൺമ്യൂട്ട്. അനയ റോസ് വായിച്ചേ. മല, 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 വര, പറ, നര, ലത, പറവ. നൈജൽ പ്ലീസ് അൺമ്യൂട്ട്. നൈജൽ വായിച്ചേ. വല, മല, രണ്ട് കളറും രണ്ട് കളറും. വായിക്കാൻ പറ്റുന്നില്ലേ? വര, പറ,
പത മറ നര ലത പറവ. എഡ്വിൻ ജോസഫ്, പ്ലീസ് അൺമ്യൂട്ട്. എഡ്വിൻ ഇല്ല, കേൾക്കുന്നില്ല കുട്ടി. ഓക്കെ, ഇനി ആരാ? എല്ലാരും തളർന്ന് കൈപൊക്കിയിട്ട് മതിയായി അല്ലേ? ഓക്കെ, അവേദ്യ പ്ലീസ് അൺമ്യൂട്ട്. സോറി ഓക്കെ, 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 പറവ. ഓക്കെ, നെക്സ്റ്റ് കാശിനാഥ്, പ്ലീസ് അൺമ്യൂട്ട്. മാല മാല പറ കഥ മറ നര ലത പറവ. നെക്സ്റ്റ് നെഹ്ല ഫാത്തിമ. നെഹ്ല ഫാത്തിമ, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ഓക്കെ, വായിച്ചോ വായിച്ചോ. പറവ പറവ അല്ലേ? ഇനി ആരാ? അടുത്ത ക്ലാസ്സിൽ കുറെ പേര് വായിക്കാനുണ്ട് അത്രേ. ലക്ഷ്മിക്കുട്ടി ഉണ്ട് അത്രേ, സമജ്ഞ ഉണ്ട് അത്രേ അല്ലേ? ഓക്കെ, കുറെ പേരുണ്ട് അത്രേ അല്ലേ? നമ്മുടെ ക്ലാസ്സിന്റെ സമയം കഴിഞ്ഞോടാ. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് അക്സബ് ഉണ്ട് അത്രേ അല്ലേ? അക്സബേ പ്ലീസ് അൺമ്യൂട്ട് അക്സബ്. അപ്പൊ നമ്മുടെ ഓ ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മുടെ സമയം കഴിയാറായി. അടുത്ത ക്ലാസ്സിൽ ഇന്ന് വായിക്കാത്ത എല്ലാ കുട്ടികളും വായിച്ചിട്ട് വരണം കേട്ടോ. നമുക്ക് വായിപ്പിക്കാനാണേ. അലോൺ ഉണ്ട്, അക്സബ് ഉണ്ട്. അക്സബ് ഇനി സമയം കഴിഞ്ഞു കേട്ടോ. ഓക്കെ ഓക്കെ, സമജ്ഞ അടുത്ത ക്ലാസ്സിൽ വായിക്കാം എല്ലാവരോടും. പാർവണ അല്ലേ? കുറെ പേരുണ്ട് വായിക്കാതെ. ഇഷാൻ വായിച്ചു, ക്രിസ്റ്റി ജോസഫ് ഉണ്ട്. ഓക്കെ, അപ്പൊ അമ്ന ഫാത്തിമ ഉണ്ട്. വായിക്കാൻ ഒരുപാട് പേരുണ്ട് അല്ലേ? അപ്പൊ എല്ലാവരോടും മിസ് ബൈ പറയണേ. നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. എല്ലാവരും ഇന്ന് അത് കളർ ചെയ്തിട്ട് വിടണം.